ചെറിയ മരവിപ്പായിരുന്നു. മയങ്ങി തുടങ്ങി കുറച്ച് നേരം. ശരീരമൊക്കെ വണ്ണം കയറി, കാലൊക്കെ നീര് കയറി, മൊത്തം അങ്ങ് ആയി. കുറച്ച് നേരത്തെ ബുദ്ധിമുട്ടായിരുന്നു അകത്തെ. കാണാതായ സോമൻ ഇന്ന് തിരുവനന്തപുരം പുന്നമൂട്ടിലുണ്ട്. അന്നകപ്പെട്ടു പോയ കിണറിന്റെ സ്ഥാനത്ത് ഇന്ന് കല്ലിയൂർ സർവീസ് സഹകരണ ബാങ്ക് തലപ്പൊക്കത്തോടെ നിൽപ്പുണ്ട്. ആ ദിവസമാണ് കല്ലിയൂരിലെ റോഡിൽ വെച്ച് തെരുവുനായ വണ്ടിയിടിച്ച് ചത്തത്. പട്ടി അതിൻ്റെ കുടലിലൊക്കെ കൂടെ കാക്ക ഒത്തി കരട്ടിയിട്ട്, അപ്പോൾ ഇവിടെ ഇത്രയും കടക്കാർ വീടുകാരൊക്കെ വെള്ളം കുറഞ്ഞ് ഇവിടുന്നാണ്. അങ്ങനെ കാപ്പ് പിടിക്കാൻ വന്നപ്പോൾ ഞാൻ കരട്ടിലൊക്കെ ഇറങ്ങി. അപ്പോൾ ആ രീതിയിലാണ് എന്നെ വിളിച്ച് ശമ്പളമായിട്ടല്ല അല്ലാതെ ചെയ്തത്. വെള്ളം വറ്റിച്ച് ശുചിയാക്കാൻ കിണറ്റിലേക്ക് ഇറങ്ങുമ്പോൾ മുന്നിലുണ്ടായിരുന്ന അപകടത്തെപ്പറ്റി ആരും അറിഞ്ഞിരുന്നില്ല. അകത്തിറങ്ങി ഒരു 4-5 ചോട്ടി വെള്ളം കോരിയപ്പോൾ തന്നെ ഒരു കല്ല് ഇടയിൽ നിന്ന് ഊരി വന്നു. അപ്പോൾ ചുറ്റും ഒരു 6-8 കല്ല് കറങ്ങി താഴെ വന്നു. അത് കഴിഞ്ഞപ്പോൾ കാണാൻ മൊത്തം ഇടിഞ്ഞതാണ്. ഇതുവരെ ആയി കല്ല്, ഇതുവരെ ആയി ഞെരുങ്ങി വന്നു. രക്ഷാപ്രവർത്തകർ ഒന്നാകെ പറഞ്ഞു, സോമേട്ടൻ പോയി. പ്രതീക്ഷയുടെ ഒരു കണിക പോലും ഉറ്റവർ ബാക്കി വെച്ചില്ല. പിറ്റേന്നത്തെ പത്രങ്ങളിലെ ചരമക്കോളത്തിൽ ആ ചെറുപ്പക്കാരന്റെ ചിത്രം തെളിഞ്ഞു. മൃതദേഹമെങ്കിലും കണ്ടെടുക്കണമെന്ന സ്നേഹിതരുടെ ആവശ്യം രക്ഷാപ്രവർത്തകർ നിരസിച്ചില്ല. അപകടം നടന്ന് 24 മണിക്കൂറിന് ശേഷം കിണറിന് സമാന്തരമായി മറ്റൊരു കുഴിയെടുത്തു. എൻ്റെ തലക്കിരുന്ന കല്ലെടുക്കാൻ വന്നപ്പോഴും ഞാൻ വെള്ളം ചോദിച്ചു. അപ്പോൾ ഒരു 35 അടി താഴ്ച ആയി. കുറുപ്പ് ഡോക്ടർ ഹോസ് വഴി വെള്ളം ഇറങ്ങിത്തന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യാനെത്തിയ ഡോക്ടർ കുറുപ്പ് അത്ഭുതത്തോടെ സോമന്റെ വായിലേക്ക് വെള്ളമിറ്റിച്ചു. തൊട്ടിപ്പുറത്ത് വലിയ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ മനമുരുകി പ്രാർത്ഥിച്ച ഒരമ്മയുണ്ട്, വള്ളി പൊന്നമ്മ. ഒടുവിൽ ആ 31-കാരൻ പയ്യൻ ജീവനോടെ കയറി വന്നപ്പോൾ ഇതെൻ്റെ പ്രാർത്ഥന കൊണ്ടാണെന്ന് ആവർത്തിച്ച് പറഞ്ഞ ആ അമ്മ. താൻ വളർത്തിയ തെരുവുനായ ചത്തതാണ് എല്ലാത്തിനും കാരണമായതെന്ന തോന്നലായിരുന്നു പ്രാർത്ഥനയ്ക്ക് പിന്നിൽ. ചരമക്കോളത്തിൽ നിന്ന് സോമന്റെ സ്ഥാനം മാറി. 2ാം ജന്മത്തിലെ അമ്പരപ്പ് തലക്കെട്ടുകളിൽ നിറഞ്ഞു. കളഞ്ഞിട്ടുള്ള സമയമാകുമ്പോൾ അങ്ങ് വിളിക്കും പോകും. അതുവരെ പോണതുവരെ പോവാം, ഇഴഞ്ഞു പോകണവരെ ഇഴഞ്ഞു പോകും. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഇഴഞ്ഞെങ്കിലും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ. തൊഴിലെടുക്കാനാകാത്ത വിധം പാറക്കല്ലുകൾ വീണ് കാലിന് പരിക്കേറ്റെങ്കിലും തേടിയെത്തിയ സഹായങ്ങളൊന്നും തൊഴിലാളിയായ സോമൻ സ്വീകരിച്ചില്ല. രക്ഷയ്ക്കായി ഉയർത്തിയ അതേ കൈ താങ്ങാക്കി നാട്ടുകാർക്ക് പരോപകാരിയായി കർഷകനായി ജീവിതം തുടരുന്നു. തലമുറകൾ സൂപ്പർ ഹീറോ കഥ തിരക്കുമ്പോൾ അപ്പുപ്പൻ വാചാലനാകും. അപ്പോഴും കണ്ണുകളിൽ നിന്ന് ചാലുകീറി ഒഴുകും. എന്തായാലും രക്ഷപ്പെട്ട അന്ന് കുടിച്ച ആ വെള്ളത്തിൻ്റെ അത്രയും സ്വാദ് പിന്നെ മറ്റൊന്നിനും നൽകാൻ കഴിഞ്ഞില്ലെന്നാകും പലപ്പോഴും ചിന്തിക്കുന്നത്. സജികുമാറിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.